ബ്രിട്ടീഷ് സാമ്പത്തിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു അധ്യായമാണ് 1992 സെപ്റ്റംബർ 16. ബ്ലാക്ക് വെനസ്ഡേ എന്നറിയപ്പെടുന്ന ആ ദിവസം ഒരു രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്കിനെ ഒരു വ്യക്തി എങ്ങനെ മുട്ടുകുത്തിച്ചു എന്നത് ഇന്നും സാമ്പത്തിക ലോകത്തെ പ്രധാന ചർച്ചാവിഷയമാണ്. ജോർജ് സോറോസ് എന്ന നിക്ഷേപകൻ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിനെതിരെ നടത്തിയ ആ സാമ്പത്തിക യുദ്ധത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ഈ കഥ തുടങ്ങുന്നത് യൂറോപ്യൻ എക്സ്ചേഞ്ച് റേറ്റ് മെക്കാനിസം എന്ന സംവിധാനത്തിലൂടെയാണ്. യൂറോപ്പിലെ രാജ്യങ്ങൾ ഒരൊറ്റ കറൻസിയിലേക്ക് മാറുന്നതിന് മുന്നോടിയായി തങ്ങളുടെ കറൻസി മൂല്യങ്ങൾക്കിടയിലുള്ള വ്യത്യാസം കുറയ്ക്കാനുണ്ടാക്കിയ ഒരു കരാറായിരുന്നു ഇത്. ജർമ്മനിയുടെ ശക്തമായ ഡച്ച് മാർക്കിനെ അടിസ്ഥാനമാക്കിയാണ് ഇതിന്റെ മൂല്യം നിശ്ചയിച്ചിരുന്നത്. 1990 ബ്രിട്ടൻ ഈ സംവിധാനത്തിൽ ചേരുമ്പോൾ പൗണ്ടിന്റെ മൂല്യം ഒരു നിശ്ചിത പരിധിയിൽ താഴെ പോകാതെ സംരക്ഷിക്കുമെന്ന് അവർ ഉറപ്പു നൽകി. എന്നാൽ ബ്രിട്ടന്റെ അന്നത്തെ ആഭ്യന്തര സാമ്പത്തികാവസ്ഥ അത്ര മെച്ചപ്പെട്ടതായിരുന്നില്ല. പണപ്പെരുപ്പം ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ പൗണ്ടിന്റെ മൂല്യം കൃത്രിമമായി ഉയർത്തിപ്പിടിക്കുന്നത് വലിയൊരു റിസ്ക് തന്നെയായിരുന്നു. ജോർജ് സോറോസ് എന്ന ഇൻവെസ്റ്റർ ഈ വിള്ളലാണ് കൃത്യമായി നിരീക്ഷിച്ചത്. ബ്രിട്ടീഷ് പൗണ്ടിന്റെ യഥാർത്ഥ മൂല്യം വിപണിയിൽ കുറവാണെന്നും സർക്കാർ അത് വെറുതെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം മനസ്സിലാക്കി. പൗണ്ടിന്റെ മൂല്യം ഇടിയുമെന്ന് പ്രവചിച്ചുകൊണ്ട് സോറോസ് തന്റെ ക്വാണ്ടം ഫണ്ട് വഴി വൻതോതിൽ പൗണ്ട് വിൽക്കാൻ തുടങ്ങി. ഇതിനെയാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഷോർട്ട് സെല്ലിംഗ് എന്ന് വിളിക്കുന്നത്. സോറോസ് തനിച്ച് ഏകദേശം $10 ബില്യൺ തുല്യമായ പൗണ്ടുകളാണ് വിപണിയിൽ വിറ്റഴിച്ചത്. ഒരു രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്കിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ആ സമ്മർദ്ദം. സെപ്റ്റംബർ 16 രാവിലെ ആയപ്പോഴേക്കും വിപണി പരിഭ്രാന്തിയിലായി. പൗണ്ടിന്റെ മൂല്യം താഴേക്ക് പതിക്കാൻ തുടങ്ങിയതോടെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇടപെട്ടു. വിപണിയിൽ നിന്ന് തങ്ങളുടെ തന്നെ പൗണ്ട് തിരികെ വാങ്ങി മൂല്യം ഉയർത്താൻ അവർ ശ്രമിച്ചു. ഇതിനായി ഏകദേശം 27 ബില്യൺ പൗണ്ടോളം സർക്കാർ ചിലവഴിച്ചു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ സോറോസിനെപ്പോലുള്ള നിക്ഷേപകരുടെ നീക്കങ്ങൾക്ക് മുന്നിൽ ഇതൊന്നുമായിരുന്നില്ല. പൗണ്ടിന്റെ മൂല്യം താങ്ങാൻ സർക്കാർ പലിശ നിരക്ക് ഒറ്റയടിക്ക് 10% നിന്ന് 12%, പിന്നീട് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ 15% ഉയർത്തി. ഒരു വികസിത രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത്യന്തം അപകടകരമായ നീക്കമായിരുന്നു ഇത്. പലിശ നിരക്ക് ഉയർത്തിയിട്ടും നിക്ഷേപകർ പൗണ്ട് വാങ്ങാൻ തയ്യാറായില്ല. ഒടുവിൽ അന്ന് വൈകുന്നേരം ബ്രിട്ടീഷ് സർക്കാർ ആ കഠിനമായ തീരുമാനമെടുത്തു. ബ്രിട്ടൻ കരാറിൽ നിന്ന് പിന്മാറുന്നതായി പ്രഖ്യാപിച്ചു. അതോടെ പൗണ്ടിന്റെ മൂല്യം വിപണിയിൽ കുത്തനെ ഇടിഞ്ഞു. വെറുമൊരു ദിവസം കൊണ്ട് ജോർജ് സോറോസ് നേടിയത് $1 ബില്യൺ ലാഭമായിരുന്നു. അതേസമയം ബ്രിട്ടീഷ് ഖജനാവിന് ഏകദേശം 3.3 ബില്യൺ പൗണ്ടിന്റെ നഷ്ടവും സംഭവിച്ചു. ഈ സംഭവം ബ്രിട്ടന്റെ സാമ്പത്തിക നയങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കാരണമായി. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന് കൂടുതൽ സ്വയംഭരണാധികാരം ലഭിക്കുന്നതിലേക്കും ഇത് നയിച്ചു. ഈ സാമ്പത്തിക തകർച്ച ജോർജ് സോറോസിനെ ലോകപ്രശസ്തനാക്കി. ഒരു വ്യക്തിയുടെ നിക്ഷേപതന്ത്രങ്ങൾ എങ്ങനെ ഒരു രാജ്യത്തിന്റെ നയങ്ങളെ സ്വാധീനിക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി ഇതിന്നും പഠിക്കപ്പെടുന്നു. വിപണിയുടെ ശക്തിയെയും സെൻട്രൽ ബാങ്കുകളുടെ പരിമിതികളെയും ഈ സംഭവം വ്യക്തമായി കാണിച്ചു തരുന്നു. സാമ്പത്തിക ലോകത്ത് സ്ഥിരമായ സുരക്ഷ എന്നതിനേക്കാൾ വിപണിയിലെ മാറ്റങ്ങളെയും അപകടസാധ്യതകളെയും കൃത്യമായി വിലയിരുത്തുന്നവർക്ക് മാത്രമേ നിലനിൽപ്പുള്ളൂ എന്ന വലിയ പാഠമാണ് ജോർജ് സോറോസ് നൽകിയത്. പണവും അധികാരവും തമ്മിലുള്ള ഈ പോരാട്ടം ഇന്നും ആഗോള വിപണിയിൽ വ്യത്യസ്തമായ രൂപങ്ങളിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു.